രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും അതിന്റെ ഒരു അപ്ഡേഷൻ വന്നോ? ഇല്ല, ഇതുവരെ തിരിച്ച് ഞങ്ങൾക്കൊരു റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. റിപ്ലൈ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം. എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത് പബ്ലിക്കായിട്ട് തന്നെ പ്രതികരിക്കണം എന്ന ഒരു ഘട്ടത്തിലെത്തിയത്? കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്ന് ശമിച്ചു വരികയായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീണ്ടും ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്രയും ഒരു പ്രതിസന്ധിയിൽ പാർട്ടി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിന് ഇറങ്ങേണ്ടി വന്നത്. പോരാത്തതിന് അദ്ദേഹം ഒരു അച്ചടക്ക നടപടി നേരിടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ ഒരു മാനദണ്ഡം പോലും പാലിക്കാതെ വീണ്ടും പാർട്ടിക്കായി ഇറങ്ങുമ്പോൾ അത് പല കോണുകളിലും, പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ പല കോണുകളിലുമുള്ള പാർട്ടിക്ക് അത് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിശുദ്ധനാണെന്നടക്കം സുധാകരനടക്കം പറഞ്ഞു വെക്കുന്നു. മുരളീധരൻ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധം കൊണ്ടാണ് ഇത്തരത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ നേതൃത്വം തള്ളാനോ കൊള്ളാനോ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ വനിതാ നേതാക്കളടക്കം പുറത്തു വരുന്നത് ഒരു പ്രതിസന്ധി തന്നെയല്ലേ സൃഷ്ടിക്കുക? ഒരിക്കലുമില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് പറയുന്നത് സുധാകരനല്ല. അദ്ദേഹത്തെ പോലൊരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം അങ്ങനൊരു നിലപാട്, ഈ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇത്തരത്തിലൊരു നിലപാടിൽ എത്തിച്ചേരാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ രാഹുലിനോടുള്ള പറഞ്ഞതുപോലെ ഒരു വ്യക്തി സ്നേഹം കൊണ്ടിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെയൊന്ന് പറഞ്ഞത്. പിന്നെ മുരളീധരൻ സാർ അദ്ദേഹം പറഞ്ഞതും രാഹുലിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കായി പ്രചരണത്തിന് ഇറങ്ങാം, ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും ആർക്കും ഇറങ്ങാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീ VD സതീശൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, KC വേണുഗോപാൽ പറയുന്നു. ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നെടുംതൂണുകളായിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ്. അവർ തന്നെ പരസ്യമായി രാഹുലിനെ തള്ളി പറയുമ്പോൾ നമ്മൾ പിന്നെ മറ്റ് നേതാക്കളുടെ ഒരു വാചകത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ സുധാകരനെ പോലെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ അഭിപ്രായമല്ല മാനിക്കേണ്ടിയിരുന്നത്. വീട്ടിലുള്ള സ്ത്രീകളുടെ ഒരു കൂടെ നിൽക്കുന്ന പ്രവർത്തകന്റെ വീട്ടിലെ ഒരു സ്ത്രീ, അവരുടെ മകൾ, അവരുടെയൊക്കെ ഒരു മുഖം ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കേണ്ടിയിരുന്നത് എന്നൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്താക്കണമെന്ന ഒരു നിലപാടാണോ നിങ്ങൾക്കടക്കമുള്ളത്? പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ പുറത്താക്കണം. പക്ഷെ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല, എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഉറപ്പായി നിഷേധിക്കുക തന്നെ ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്നത്. അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് രാഹുൽ വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പറയുന്നതിൽ ഒരു സത്യം ഉണ്ടാവില്ലല്ലോ. ആ ഒരു കാര്യം ആർക്ക് വേണമെങ്കിലും, ഇപ്പം എനിക്ക് വേണമെങ്കിലും പറയാമല്ലോ. ഇപ്പം ഞാനിത് നിഷേധിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നു. അല്ല, എനിക്ക് രാഹുൽ പ്രിയപ്പെട്ടവനാണെങ്കിൽ എനിക്കും അത് തന്നെ പറയാം. അതിൽ യാതൊരു സംശയമില്ല. എനിക്കിപ്പോൾ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവാം. പക്ഷെ തീ ഇല്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ. സജിന തന്നെ എഴുതിയ അവസാനത്തെ പോസ്റ്റിൽ അക്കമിട്ട് ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് രാഹുൽ ഇത് വ്യാജമാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നതടക്കം. അപ്പോൾ ഈ നിങ്ങളുടെ നേതൃത്വത്തിനുള്ളിൽ തന്നെ സ്ത്രീകൾ ഇയാളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടതായി പരാതി ഉയർന്നിരുന്നോ? പരാതിയായിട്ടൊന്നും ഇതുവരെ ഒന്നും ഉയർന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അറിയാലോ, രാഹുലിനെ പോലൊരു വ്യക്തി ഇത്രയും ഫേമസ് ആയിട്ടുള്ള പാർട്ടിയിൽ മാത്രമല്ല പൊതുജന മധ്യത്തിൽ പോലും അദ്ദേഹത്തിന് ഉള്ള ഒരു ഫേമസ് ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം എത്ര വലിയ ശക്തനായ ഒരു നേതാവാണെന്ന്. അപ്പോൾ അത്രയും ഒരു ശക്തനായ നേതാവിനോട് കിടപിടിക്കാൻ ഒരുപക്ഷെ ഒരു പെൺകുട്ടികൾക്കും കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ പ്രതികരണശേഷി എന്തുകൊണ്ട് നഷ്ടപ്പെട്ട് അവർ സൈലന്റ് ആവുകയാണ് പല സന്ദർഭങ്ങളിലും ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് തുടർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ശക്തനായ ഒരു നേതാവിനെ എതിർത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ
പിന്നെ ബിന്ദു കൃഷ്ണ ഇവരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ട് വന്നതാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടിയുടെ പ്രശ്നം വന്ന ആ സമയത്ത് PT തോമസ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആ ഒരു നടിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഉമാ തോമസ്, ആ മാഡം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ അവർക്ക് പോലും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ ഉണ്ടായ ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ സ്ത്രീകളുടെ ഏതൊരു വിഷയത്തിലായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്കെതിരെ ഒരു പരാതി പറയാൻ ഒരു സ്ത്രീയും അധികം അങ്ങനെ പെട്ടെന്നൊരു ഇത് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ രാഹുലിനെ തള്ളാനോ കൊള്ളാനോ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ഒരു നിലപാടിൽ പാർട്ടി തുടരുന്നത് ശരിക്കും ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാനോ കൊള്ളാനോ പറ്റാതെ അല്ല നിൽക്കുന്നത്. കൃത്യമായ രീതിയിൽ ശ്രീ KC വേണുഗോപാലും പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവും രാഹുലിനെ ഇതിനോടകം തള്ളി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രാഹുൽ പ്രചാരണങ്ങളിൽ സജീവമാണ്, പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്, പാലക്കാട് സജീവമാണ് രാഹുൽ. അപ്പോഴും ഇത് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഞാനിത് 2 ദിവസമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വിശദീകരണം നൽകേണ്ടത് പാലക്കാട് DCC ആണ്, പാലക്കാടുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ്. അല്ലാതെ KPCC നേരിട്ട് ഇതിലേക്ക് രാഹുലിനെ ക്ഷണിക്കുകയോ രാഹുൽ പരിപാടികൾ പങ്കെടുക്കുന്നതിന് ഒരു അനുവാദം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവിടുത്തെ ഒരു പ്രാദേശികമായി ആ ഒരു ജില്ലയിലെ നേതാക്കളുടെ ഒരു പ്രശ്നം കാരണമാണ് രാഹുൽ ഇത്തരത്തിൽ ഇറങ്ങുന്നത്. ചോദിക്കുമ്പോൾ അവരുടെ പ്രവർത്തകർക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നൊരു മനോഭാവമാണ്. രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടുന്ന ഒരാളാണ്. പോരാത്തിന് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് KC വേണുഗോപാൽ അവർ പറഞ്ഞ ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രചരണ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഈ ഏതെങ്കിലും തരത്തിലുള്ള രാഹുലിനെതിരെയുള്ള പരാതികൾ, സജ്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സംസ്ഥാനത്തെ, അത്തരത്തിലൊരു പരാതി സജ്നയുടെ മുന്നിൽ വന്നിരുന്നു? പരാതികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരാതികളായിട്ടൊന്നും ഇതിൽ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരുപാട് പെൺകുട്ടികളുടെ പരാതി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു എന്നുള്ളതല്ലാതെ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പാർട്ടിയുടെ കോണിലേക്ക് ഈ പരാതികളെ കൊണ്ടുപോകാനോ പോലീസ് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാനോ ഒന്നും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അതിന് കാരണം രാഹുലിനെ പോലൊരു ശക്തനായ ഒരാളെ എതിർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് നാട്ടിലെ പെൺകുട്ടികൾക്ക് അറിയാം. കാര്യം അവർക്ക് പിന്നീട് അങ്ങോട്ടും സജ്നയ്ക്കും അത് ഉറപ്പാണോ? രാഹുൽ എന്താണ് ഉദ്ദേശിച്ചത്? രാഹുലിനെ പോലെ ഒരാൾക്ക് ഇത്തരം ആരോപണമുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമുണ്ടാകും. പക്ഷേ രാഹുലിനെ എതിർക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് പല പെൺകുട്ടികളും ഇത്തരത്തിൽ പരാതിയുമായി വരാത്തത് എന്നതിൽ സജിനയ്ക്കും വ്യക്തതയുണ്ടോ? എന്തായാലും വ്യക്തതയില്ലാണ്ട് ഞാൻ ഇത്രയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരില്ലല്ലോ. കാര്യം സൈബർ അറ്റാക്കുകൾ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സമയം എനിക്ക് വേണമെങ്കിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഒരു കാര്യവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു വാട്സപ്പ് ചാറ്റ്, അദ്ദേഹത്തിൻ്റെ വോയിസ് ചാറ്റുകൾ ഒക്കെ പുറത്തു വരുന്നു. അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. അപ്പോൾ അങ്ങനെ അല്ലാതെ അദ്ദേഹം പോലും അവിടെയില്ല ഇവിടെയില്ല അതിലൊന്നും തൊടാണ്ട് ഇങ്ങനെ മറുപടി പറയാണ്ടൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എന്തായാലും ഉറപ്പായിട്ടും കാരണം ഉണ്ടാവും. അത് അന്വേഷിച്ച് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ പൊതുവെ ഇത്തരം പരാതികളൊക്കെ നമുക്കറിയാം, സ്ത്രീകൾ പൊതുവെ ഇത്തരം പരാതികൾ ഉന്നയിച്ചാൽ അവരുടെ ഒപ്പം തന്നെ നിൽക്കണം. പക്ഷേ ഈ നമ്മുടെ ഒരു സാഹചര്യത്തിൽ സജ്ന തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടി ഇയാൾ വളരെ ശക്തനാണ്, അതുകൊണ്ട് പരാതിയുമായി പെൺകുട്ടികൾക്ക് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണോ പരാതി ദേശീയ നേതൃത്വത്തിന് തന്നെ നൽകിയത്? ഇല്ല, രാഹുൽ ഒരു MLA ആണ്. അപ്പോൾ MLA സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും. അദ്ദേഹത്തിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് KPCCക്കോ AICCക്കോ ആണ്. പരാതികൾ നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതികളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് ആ ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. എനിക്ക് ഉന്നയിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അതിന് തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത് എത്രയും വേഗം അതിനൊരു അന്വേഷണ കമ്മീഷൻ വെക്കണം എന്നുള്ളത്. പാർട്ടി പറയുന്നത് സർക്കാർ ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചിട്ടുണ്ടല്ലോ, അവർ അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും അത് കൂടുതൽ നടപടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തൃപ്തിയാണോ? ഒരിക്കലുമല്ല. കാര്യം പാർട്ടി ഇപ്പോൾ CPMനെ സംബന്ധിച്ചായാലും BJPയെ സംബന്ധിച്ചായാലും അവർക്ക് അവരുടേതായ പാർട്ടി കോടതികൾ ഉള്ളതുപോലെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് കാണിച്ചിരുന്നാലും അവരെ പാർട്ടിക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ് CPMലായാലും BJPയിലായാലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി വേണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൽ ഒരു കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന AK ആന്റണി, ഉമ്മൻചാണ്ടിയെ പോലുള്ള നിരവധിയായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ ഇതുപോലൊരു ആരോപണം
ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുപോകുന്നതിനോടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അദ്ദേഹം ഒന്ന് ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒന്ന് നിഷേധിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു നിയമ നടപടിക്ക് ഒരുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അതിനു പോലും തയ്യാറാകാതെ വെറുതെ പൊതുമധ്യത്തിൽ ഇറങ്ങി എല്ലാം നോർമലൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ ഈ പാർട്ടിയുടേതായ അച്ചടക്കമുണ്ട്, അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. സജിനെ അടക്കമുള്ളവർ പ്രചാരണ രംഗത്ത് ഇറങ്ങുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, ഇപ്പോൾ ബൂത്തിലിറങ്ങുന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു മറുപടിയെങ്കിലും പറയാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത് നേരിട്ട് പല നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുപക്ഷെ പലരും നിഷേധിക്കും, തുറന്ന് പറയാതിരിക്കുന്നവരുമുണ്ട്. കാര്യം പുറത്തത് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ രാഹുലിനെതിരെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ഒരുപാട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. ഞാൻ കേട്ടാൽ അറയ്ക്കുന്ന, നമ്മൾ പോലും പറയാൻ അത്രയ്ക്ക് മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തകയോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് അവരാരും തുറന്നു പറയാതിരിക്കുകയാണ്. പലർക്കും ഇത്തരത്തിൽ പ്രചരണത്തിനായി ഇറങ്ങുമ്പോൾ രാഹുലിന്റെ പേരിൽ കേൾക്കേണ്ടി വരുന്നുണ്ട്. അത് സത്യാവസ്ഥയാണ്. രാഹുൽ വിഷയത്തിൽ പാർട്ടി പൂർണ്ണമായും പരാതിക്കാർക്കൊപ്പം നിൽക്കണം, അതല്ലേ നിലപാട്? തീർച്ചയായും. പരാതി ആർക്കാണോ ആ പെൺകുട്ടിയെ തീർച്ചയായും കണ്ടുപിടിക്കാനുള്ള ഒരോട്ടത്തിൽ തന്നെയാണ്. അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ കുട്ടിയെ രംഗത്ത് കൊണ്ടുവരണം, പരാതി കൊടുപ്പിക്കണം. ഇല്ല എങ്കിൽ അവർ തന്നെ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണം. അവരങ്ങനെ ഒരു വിഷയം നടന്നിട്ടില്ല എന്ന് ആ പരാതി ആരോപണം ഉന്നയിച്ചവർ തന്നെ മാറി നിൽക്കുക. അല്ലാതെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക, രാഹുലിനെ സസ്പെൻഡ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ലല്ലോ. അവർ മുന്നോട്ട് വരട്ടെ, മുന്നോട്ട് വന്ന് പരാതിയായിട്ട് പോട്ടെ. എന്നിട്ട് ശക്തമായി തന്നെ ഈ കാര്യങ്ങളെ നേരിട്ട് രാഹുലിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കട്ടെ. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് അത് മാറ്റി ഇനിയൊരു മുന്നോട്ട് യാത്രയുള്ളൂ എന്നാണ് സജന ബി സാജൻ പറഞ്ഞു വെക്കുന്നത്. രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭാ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.